ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണിയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഒരു എട്ടിൻ്റെ പണി. ആക്ച്വലി ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണിയാണ്. എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതാ മണലിൽ ഞങ്ങളുടെ വണ്ടി താന്നു. വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ ഭയങ്കര ഒരു ഗ്രൗണ്ട് പോലൊക്കെ തോന്നിയിട്ട് ഞങ്ങളൊക്കെ എടുത്തതാണ്. ഇതിന് മുന്നേ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടേക്ക് വണ്ടി ഇറക്കിയപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെയും വണ്ടി ഇറക്കിയത്. പക്ഷേ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് നീങ്ങിയില്ല. കുറച്ച് ദൂരമൊക്കെ വന്നു, പിന്നെ വണ്ടി നീങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പണി കിട്ടി. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എൻഡാണ്. അവിടെ എന്തോ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടേക്ക് വഴി ബ്ലോക്ക്ഡാണ്. അപ്പോൾ അവിടേക്ക് വണ്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ വളരെ കുറവാണ്. ഒന്നല്ലെങ്കിൽ ഡെസേർട്ടിലൊക്കെ ആയിട്ട് തന്നെ വരണം, അതല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സ്ഥലത്തേക്ക് വരണം. അല്ലാണ്ട് ഞങ്ങളെ പോലെ ഇങ്ങനെ വഴി തെറ്റി വരുന്നവർ കുറവായിരിക്കും. പിന്നെ ഒരു ഗുണം ഉണ്ടായത് ഈവനിങ് ടൈം ആയിരുന്നു. അതുകൊണ്ട് വലിയ ചൂടും വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടിറ്റോ ചേട്ടൻ അവിടെ അത് കയറ്റാനുള്ള പണികൾ നോക്കാണ്. ഒരു ക്രിക്കറ്റ് ബാറ്റൊക്കെ വെച്ച് അവിടെ നമ്മുടെ മോൻ കാട്ടിക്കൂട്ടണ കണ്ടില്ലേ. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. കാരണം അവനാണെങ്കിൽ കുറേ സമയം കിട്ടുകയും ചെയ്തു. ഒരുപാട് മണ്ണിൽ വാരി കളിക്കൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാലും ഞങ്ങളെപ്പോഴും നോക്കുന്നുണ്ട്. ഭയങ്കര പാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഡെസേർട്ടിലൊക്കെ. അതുകൊണ്ട് ഞങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് ചിൽ മൂഡിലാണ് അവൻ. ഞങ്ങളാണെങ്കിൽ എവിടെയെന്നെങ്കിലും ഒരു വണ്ടി വന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. ടിറ്റോ ചേട്ടന് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒന്നാമത് നമുക്ക് അറിയാത്ത സ്ഥലം, ഒട്ടും ആളനക്കില്ലാത്ത സ്ഥലം. അപ്പോൾ എനിക്ക് അതിൻ്റേതായ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഈ സ്ഥലം. പക്ഷേ ഇങ്ങനെ പെട്ടതോടുകൂടി എനിക്ക് ടെൻഷനായി തുടങ്ങി. ഒരു അതി ഹൊറർ ലുക്കായിരുന്നു. പിന്നെ ആ ഡെസേർട്ടിന് എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് ഇച്ചിരി പേടി കൊടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഭയങ്കര ടെൻഷനായി. നമ്മുടെ ആശാൻ ഇപ്പോഴും അവിടെ കളി തന്നെയാണ്. വേറെ പണിയൊന്നും ഇല്ല അവന്. ഞങ്ങളിങ്ങനെ ഓരോ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ആരെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാണ്ട് പോലീസിനെ ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ഫൈൻ കിട്ടുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പിക്കപ്പ് വാൻ വന്നത്. അപ്പോൾ പിക്കപ്പ് വന്നു. ആ പിക്കപ്പിനെ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തി. ആൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. കാരണം അവരുടെ വണ്ടി അത്രയ്ക്കും ഇങ്ങനെ കയറ്റാൻ പറ്റുമോ, വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് അവർക്ക് അത്ര വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ ആ വഴിക്ക് വന്ന ആദ്യത്തെ വണ്ടിയാണ്, പിക്കപ്പാണ്, 4 വീൽ ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ അത് കയറ്റാൻ പറ്റുമായിരിക്കും എന്നൊരു ധൈര്യത്തിലാണ് ഞങ്ങളവർ വിളിച്ചത്. ആ ചേട്ടൻ മനസ്സോട് കൂടിയിട്ടാണെങ്കിലും ആ ചേട്ടൻ ആ വണ്ടി നിർത്തി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു സംസാരിക്കാനൊക്കെ ചെന്നപ്പോഴേക്കും ആ ചേട്ടൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു. പിന്നെയാണ് അടുത്ത പണി വന്നത് ഞങ്ങൾക്ക്. അതെന്താണെന്നത് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സമാധാനമായി. ഒരു വണ്ടി കിട്ടിയല്ലോ, ഇനി എങ്ങനെയും കയറി പോരാൻ പറ്റും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ആ ചേട്ടനും അവിടെ കുടുങ്ങിപ്പോയി ഗൈസ്. ഞങ്ങൾ വിചാരിച്ചില്ല ആ വണ്ടി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അവിടെ താഴും എന്നുള്ളത്. പക്ഷെ ആ വണ്ടിക്ക് എടുക്കാൻ പറ്റാതെയായി. പിന്നെ ഞങ്ങളുടെ വണ്ടി വിട്ടു. ഞങ്ങൾ ആ വണ്ടിയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ തുടങ്ങി. ആ വണ്ടീനെ രക്ഷപ്പെടുത്തിയാലല്ലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ വണ്ടിയുടെ എയറൊക്കെ കളഞ്ഞ് എങ്ങനെയൊക്കെ വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടിരുത്തി. ആ ചേട്ടന് ദേഷ്യം വന്നു തുടങ്ങി ലാസ്റ്റായപ്പോൾ. കാരണം അത് പണിക്ക് പോകുന്ന ഒരാളാണ്. ചിലപ്പോൾ പണി കഴിഞ്ഞ് പോകുന്ന ഒരാളായിരിക്കും. ആൾക്കാണെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ വിളിച്ച് കയറ്റുകയും ചെയ്തു, വണ്ടി പെടുകയും ചെയ്തു. എന്നിട്ട് പിന്നെന്താ, നടന്നില്ല. അതുകൊണ്ട് ഒരുപാട് ടൈം വലിക്കാനൊക്കെ ശ്രമിച്ചു. കയറൊക്കെ കെട്ടി വലിക്കാൻ ട്രൈ ചെയ്തെങ്കിലും ആ വണ്ടിക്ക് അതിനുള്ള സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആ വണ്ടി വലിച്ചു കയറ്റാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ആ വണ്ടിക്ക് ഞങ്ങളെ വലിച്ചു കയറ്റാൻ പറ്റിയില്ല. പിന്നെയും ഇതന്നെ സ്ഥിതി. അപ്പോഴും നമ്മുടെ വെള്ളം കളയുക, അത് നിറയ്ക്കുക, കുപ്പിയിൽ മണ്ണ് വാരി നിറയ്ക്കുക, ഇങ്ങനെ നടക്കുക. അവന് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വരാമെന്നാണ് അവൻ പറയേണ്ടായിരുന്നത്. അപ്പോൾ അവന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്കാണെങ്കിൽ ഇരുട്ടായി തുടങ്ങി, ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പം ഞങ്ങൾക്ക് ടെൻഷനായി തുടങ്ങി. എങ്ങനെയാണ് കയറി പോരാ എന്നൊക്കെ ആയിട്ടുള്ള ടെൻഷനായിരുന്നു. ഇതൊന്നും അറിയണ്ടല്ലോ. ഇപ്പം പിന്നെ ഫുൾ ഹാപ്പി മൂഡാണ്. ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയപ്പോൾ ഉള്ള ഒരു ഫ്രീഡം അവനവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി വലിച്ചു കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ പറ്റുന്നില്ല, വണ്ടി നീങ്ങുന്നില്ല. ലാസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ആള് പോവാണ് ചെയ്തത്. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു. ആ ചേട്ടൻ്റെ മാക്സിമം നോക്കി കേട്ടോ. അതിന് തീരെ പറ്റാത്തതുകൊണ്ടാണ് ആൾ പിന്നെ നിർത്തി പോവാൻ നിന്നത്. ആൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല.
ആള് ആളെ കൊണ്ട് ആ വണ്ടി കൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റും. ഞങ്ങളുടെ വണ്ടി നന്നായിട്ട് താന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടൈം ഇങ്ങനെ ആക്കുമ്പോഴും മണ്ണ് അവിടെ ഇങ്ങനെ പറക്കുന്നുണ്ടെന്നല്ലാണ്ട് വണ്ടിക്ക് ഒരു പൊടി പോലും വണ്ടി നീങ്ങിയിട്ടില്ല അവിടെ. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ദേ ഒരു വണ്ടി വരുന്നു. ആ വണ്ടി കുറച്ചുകൂടി നല്ല വണ്ടിയില്ല, നല്ല വണ്ടിയാണ്, പെട്രോളാണ്. അപ്പം അത് എന്തായാലും ഡെസേർട്ടിലൊക്കെ ഓടുന്ന വണ്ടിയാണ്, നന്നായിട്ട് ഓടാൻ പറ്റുന്ന വണ്ടിയാണ്, അതിനെന്തായാലും എടുക്കാൻ പറ്റും എന്നൊരു ഇതായി. അപ്പോൾ ഈ വണ്ടിക്ക് പറ്റാണ്ടായപ്പോഴും എനിക്ക് ഒരു ആശ്വാസം വന്നോ, അവർ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പറയണേം കേട്ടിട്ടുണ്ട്, ഈ ലോക്കൽ അറബികൾക്കും എല്ലാവർക്കും നല്ല വണ്ടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കണ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് വന്ന് ഇത് വലിച്ചു കയറ്റി കൊണ്ടുപോകാൻ, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു സമാധാനമായി, എന്തായാലും ഒരു വണ്ടി അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായി. ഇവർ അപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തീരെ പറ്റുണ്ടായില്ല. ആ ചേട്ടനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചേട്ടൻ മനസ്സോടുകൂടി വന്നതാണെങ്കിൽ കൂടി ആള് ഒരുപാട് നേരം നിന്ന് ഒരു മണിക്കൂറോളം നിന്നിട്ട് ആ ചേട്ടനും ഡിറ്റോ ചേട്ടനും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആ ചേട്ടൻ പറഞ്ഞു ഇത് പറ്റണില്ല, ഞാൻ വേറെ വണ്ടി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ആള് ജസ്റ്റ് അവിടെ നിന്ന് വലിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആ ചേട്ടൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ ഈ വണ്ടിയുള്ള സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്, ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഇത് വണ്ടി ഇങ്ങനെ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പിന്നെ വരാം. അവർ വേറെ എന്തോ ഒരു പണിക്ക് വേണ്ടി വന്നതാണ്. അവിടെ എന്തോ പരുന്തിനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കൽ അങ്ങനത്തെ എന്തോ സംഭവമായിട്ട് അവർ വന്നതാണ്. അപ്പോൾ അവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിട്ടു. അപ്പം ഞങ്ങൾ അന്ന് അവർ വരട്ടെ, എന്തെല്ലാം അങ്ങനെ ഒരു ടീം അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങളിങ്ങനെ നോക്കി. അപ്പോൾ ഇടയ്ക്ക് ഇവിടുന്നൊക്കെ ഓരോ വണ്ടികൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു ടീമിനെ കണ്ടു കേട്ടോ. ആ ചേട്ടൻ അവർക്ക് 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടിയല്ല അവരുടെ, എന്നിരുന്നാലും അവർ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അവർ വന്നു. വേറെ വണ്ടികൾ വരാണെങ്കിൽ വിളിക്കാനും അതിനൊക്കെ ആയിട്ട് കുറച്ച് നേരം അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. നമ്മൾ പറയാണ്ട് തന്നെ, നമ്മൾ അവരുടെ വണ്ടി കണ്ടപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ വിളിക്കാമെന്നില്ല. പക്ഷെ അവർ വണ്ടി സ്ലോ ആക്കി എന്താ സംഭവം എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടീമുകാർ അവർ വരുന്നേ ഉണ്ടായിരുന്നില്ല. സംഭവം അവർ തന്നെയാണ് ഞങ്ങളെ കയറ്റി വിട്ടത്, എന്നാലും ഒരുപാട് ടൈം എടുത്തു. കുറേ നേരം ഞങ്ങൾ വിളിച്ചിട്ടാണ് അവർ വന്നത്. ലാസ്റ്റ് അവർക്ക് ദേഷ്യമായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. കാരണം വേറെ വണ്ടികളും വരുന്നില്ല, ഒന്നും പറ്റണില്ല, വേറെ വണ്ടികളൊന്നും വരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അവർ ഒരുപാട് നേരം ഞങ്ങൾ പറഞ്ഞിട്ട് അവർ വന്നു, വണ്ടിയൊക്കെ നോക്കി പോയി. അപ്പോഴും വണ്ടി നോക്കി ജസ്റ്റ് പോയി തന്നെ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് തന്നെയാണ് അവർ പറയുന്നുള്ളൂ. അല്ലാണ്ട് അവരുടെ വണ്ടി ടിറ്റോ ചേട്ടൻ പറയണത് ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, അവർക്ക് ജസ്റ്റ് വലിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമുള്ളൂ, 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ അവർ ചെയ്യാൻ വന്ന പണി എന്തോ വീഡിയോ എടുക്കൽ, അവർക്ക് എന്തോ എനിക്ക് തോന്നുന്നു ലൈറ്റ് പോകുന്നതിന് മുന്നേ വീഡിയോസ് എടുക്കാൻ തോന്നുന്നു, അറിയില്ല. എന്നാലും അവരിങ്ങനെ ഒരുപാട് നേരം വിളിച്ചിട്ടാണ് അവർ വന്നത് തന്നെ. ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് വേറെ ഏതെങ്കിലും വണ്ടി വന്നാൽ വിളിക്കാം ഇവരോട് പറയുകയും ചെയ്ത്. വേറെ വണ്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നാമെന്നൊരു മൈൻഡുമായി ഇവർ വരണമില്ല. അന്നേ പിന്നെ ലാസ്റ്റ് വെച്ച് വേറെ വല്ല വണ്ടി വരാണെങ്കിൽ വിളിക്കാം എന്നൊരു മൈൻഡിൽ ഞങ്ങൾ നിന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു വണ്ടി ചേട്ടൻ വന്നു കേട്ടോ. അതും ഈ പറഞ്ഞോണം നല്ല വണ്ടിയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഏതാ വണ്ടിയെന്ന്, പെട്രോളിൻ്റെ പിക്കപ്പ് ടൈപ്പാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ ചേട്ടൻ വണ്ടിയിൽ ഫുള്ള് ലോഡായിട്ട് പോവാണ്. ആ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഇതിപ്പോൾ വരാം, 15 മിനിറ്റ് ഇതിന്ന് ഇറക്കിയിട്ട് ഇതിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഓടി പോകണ്ടായിരുന്നു. പക്ഷേ മറ്റേ ടീമാണെങ്കിൽ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് നിൽക്കൽ തന്നെയുള്ളൂ, വരലുണ്ടായിരുന്നില്ല.
നമ്മുടെ ആൾ എപ്പോഴും ഇവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടികൾ വരണില്ല, വിളിച്ചവർ വരണില്ല, വേറെ വണ്ടികൾ ആ വഴിക്ക് വരുന്നില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മണ്ണ് മാറ്റിയും എയർ കളഞ്ഞും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതന്നെ, മറ്റേ ആളവിടെ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 2-3 മണിക്കൂറോളം ഞങ്ങൾ ആ ഡെസേർട്ടിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അവരെത്തി ഗൈസ്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അവർ വന്നു. എനിക്ക് തോന്നുന്നു ഫാമിലി നിൽക്കണതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ വരാമെന്ന് തന്നെ വിചാരിച്ചു. അവർക്ക് വരാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പിന്നെ കൊച്ചും ഒക്കെ ഫാമിലിയായിട്ട് നിൽക്കണതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വന്നതാണ്. അവരെ നോക്കി അവരൊന്ന് ട്രൈ ചെയ്തു, വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് ഇതെടുത്തിട്ട് വരാം, കയറെടുത്തിട്ട് വരാം, അവരുടെ കയ്യിൽ റോപ്പില്ല, റോപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു പോക്കാ പോയി. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ വരെയായിരിക്കും എന്ന് വിചാരിച്ചു. റോപ്പ് എടുക്കാൻ പോയതാണല്ലോ, ഇപ്പോൾ വരെയായിരിക്കും, ഇവിടെ അടുത്തുള്ളവരായിരിക്കും. അങ്ങനെ അവർ റോപ്പ് എടുക്കാൻ പോയി. അവർ റോപ്പ് എടുക്കാൻ പോയിട്ട് വരെ പിന്നെയും ഞങ്ങൾക്ക് തന്നെ അവരെ പറഞ്ഞു ഇത് ഫ്രണ്ടിൽ നിന്നാണ്, ടയറിൻ്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് കാര്യമില്ല, ഫ്രണ്ട് ഭാഗത്തു നിന്ന് മാറ്റണം, അവിടെയാണ് മണലിങ്ങനെ കൂടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. എന്നിട്ട് അവർ പോയിട്ട് അവിടെ വണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. റോപ്പ് എടുക്കാൻ പോയവരാണ്. ഞാൻ വെച്ചു ഇനി ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു വണ്ടിയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയ വണ്ടി. പക്ഷേ ഈ വണ്ടി ആ വണ്ടിയല്ല, ഈ ചേട്ടനല്ലായിരുന്നു, അത് വേറൊരു ചേട്ടനായിരുന്നു. ഞങ്ങൾ ഇതാന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അവർ റോപ്പ് എടുക്കാൻ പോയേക്കാണല്ലോ, പിന്നെ ആ ഒരു ധൈര്യമുണ്ട്. ഓസ്റ്റിൻ ഇവിടെ ഫുൾ ചിൽ മോഡാണ്, ഭയങ്കര ഹാപ്പിയാണ് അവന് വീട്ടിലേക്ക് പോകണ്ടെന്ന് അവൻ പറഞ്ഞു. അവൻ ഇവിടെ കിടന്നാൽ മതി എന്ന് പറയണം, മണലിൽ വാരി കളിച്ച് കിടന്നാൽ മതി എന്നാണ് അവൻ പറയണത്. അങ്ങനെ അവരവിടുന്ന് റോപ്പ് എടുത്തിട്ട് വരികയാണ്. അവിടെ എവിടെയൊക്കെയാണ് അവർ പോയത്, അവിടെ നിന്ന് റോപ്പ് എടുത്തിട്ട് അവർ വന്നു. ഇനി അപ്പുറത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയ വണ്ടി കേട്ടോ. ആ ചേട്ടൻ പിന്നെ ഇവർ വന്നിട്ടുള്ള കാരണം അങ്ങനെ നിന്നു, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തുണ്ടായി, ആ ചേട്ടൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ ചേട്ടൻ കയറിയത്, ആ ചേട്ടൻ്റെ വണ്ടിയും വിട്ടു. പക്ഷെ അത് പ്രശ്നമില്ല എന്ന് പറയണത്, അത്രയും റിസ്കി ആയിട്ടുള്ള വണ്ടിയല്ല, പെട്ടാലും എന്നാലും കുഴപ്പമുണ്ടായില്ല. അയാളെയും ഇവർ തന്നെയാണ് ലാസ്റ്റ് കയറ്റി കൊണ്ട് വന്നത് മണലിൻ്റെ ഉള്ളിൽ നിന്ന്. ഇവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ വേണ്ടി വന്നുള്ളൂ. 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റിൻ്റെ കാര്യമേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും വണ്ടി അവരെടുത്ത് സേഫായിട്ട് മണലിൽ നിന്ന് എടുത്ത് പുറത്ത് റോട്ടിക്ക് ഇട്ട് തന്നു. എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു റോപ്പ് എടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ വരില്ല എന്നാണ് വിചാരിച്ചത്. അപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ 15 മിനിറ്റിലൊരു വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ലോഡ് ഇറക്കാൻ വേണ്ടി. അയാൾ വരുന്നായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പാവം തോന്നി, ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ആ ചേട്ടൻ അവിടെ പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇവർ തന്നെയാണ് ഈ പെട്രോളുകാർ തന്നെയാണ് ആ ചേട്ടനെയും പോയിട്ട് കയറ്റിയത്, ആ വണ്ടി കൊണ്ടുവന്നത്. അവരുടെ വണ്ടീനെ ഇനി വലിച്ചു കയറ്റാൻ വേണ്ടി ഈ പെട്രോളുകാരൻ പോവാണ്. ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ വേറെ എന്തോ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി വന്നതാണ് അവിടേക്ക്. അപ്പോൾ ആ ലൈറ്റ് പോകുന്നതിന് മുന്നേ എന്തൊക്കെയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെതായ തിക്കും തിരക്കും ബഹളത്തിലാന്ന് തോന്നുന്നു അവരത് ചെയ്യാതെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഡെസേർട്ട് മുന്നോട്ട് നാന്നുണ്ട്, എല്ലാരും കൂടി അതിനൊക്കെ വലിച്ചു കയറ്റി വീണ്ടും നാന്നു. മുന്നേ കൊറോളയായിരുന്നു. ഇനി പണിക്കില്ല അല്ലേ? ഇനി പണിക്കില്ല. ഇനിയൊരു ഫോർച്യൂണർ ഒരു FJ ഒക്കെ എടുക്കണം. എന്നിട്ട് പിന്നെ ഇനി അടുത്തതായിട്ട് വരുള്ളൂ. വണ്ടിക്കകത്ത്